ജാതി വിവേചനത്തിന്റെ തീവ്രതയ്ക്ക് പുതിയ ഉദാഹരണമാണ് തിരുനെൽവേലിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമം. മിശ്രവിവാഹം നടത്തിയതിന് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർക്കപ്പെട്ടു. ഇതേ തുടർന്ന് തമിഴ്നാട്ടിൽ ജാതി വിരുദ്ധ പോരാട്ടങ്ങൾ ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് CPIM. മിശ്രവിവാഹങ്ങൾക്കായി പാർട്ടി ഓഫീസ് തുറന്നിടുമെന്നും വിവാഹം പാർട്ടി കമ്മിറ്റി നടത്തിക്കൊടുക്കുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു CPIM തിരുനെൽവേലി ജില്ലാ കമ്മിറ്റി. തിരുനെൽവേലി സ്വദേശികളായ ദളിത് യുവാവും ഉയർന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയും തമ്മിലുള്ള വിവാഹം CPIM ഇടപെട്ട് നടത്തിയതിൽ പ്രകോപിതരായ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു വിഭാഗം ആളുകൾ CPIM ഓഫീസ് അടിച്ചു തകർത്തത്. അതിക്രമിച്ചു കയറിയ സംഘം പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തു. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 30ഓളം പേർക്കെതിരെ തിരുനെൽവേലി പോലീസ് കേസെടുത്തു. വിവാഹ രജിസ്ട്രേഷൻ നടത്താൻ പെൺകുട്ടിയുടെ വീട്ടുകാർ അനുവദിക്കാതെ വന്നതോടെ ഇരുവരും CPIM ഓഫീസിലെത്തുകയായിരുന്നു. പാർട്ടി നേതാക്കൾ സംരക്ഷണത്തിനായി പോലീസിനെയും വിളിച്ചു. പക്ഷേ തൊട്ടു പിന്നാലെ പാർട്ടി ഓഫീസ് ആക്രമിക്കപ്പെട്ടു. പോലീസ് വിവരം ചോർത്തിയെന്നാണ് CPIM ആരോപണം. വിവാഹിതരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന് നേതാക്കൾ അറിയിച്ചു. ஒரு போலீஸ்காரர் சொல்ல வேண்டிய விஷயம் என்னது, நீங்க காவல்துறையிட்ட கொண்டு போய் ஒப்படைங்க, போலீஸ் ஸ்டேஷனுக்கு கொண்டு போங்க என்று தான் சொல்லணுமே தவிர நீங்க எங்ககிட்ட ஒப்படைங்க அப்படின்னா அதனுடைய பொருள் என்ன? CPIM സംസ്ഥാന കമ്മിറ്റിയുടെ കണക്ക് പ്രകാരം കഴിഞ്ഞ 4 വർഷത്തിനിടെ തിരുനെൽവേലി ജില്ലയിൽ മാത്രം നടന്നത് 243 ജാതി കൊലപാതകങ്ങളാണ്. പ്രതിവർഷം 60 ജാതി കൊലകൾ. സ്കൂളിൽ കുട്ടികൾ കയ്യിലിടുന്ന ബാൻഡുകളുടെയും തലമുടിയിൽ കെട്ടുന്ന റിബണുകളുടെയും നിറത്തിൽ പോലും ജാതി സൂചനകളുണ്ട്. ഇത്തരം ജാതി ചിഹ്നങ്ങളെല്ലാം സർക്കാർ നിരോധിച്ചതാണെങ്കിലും തിരുനെൽവേലി ജില്ലയിലെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ പോലും ഇത് കാണാം. ദളിതരെ അകറ്റി നിർത്താൻ മതിൽ പണിയുന്ന മേഖലകളാണിത്. ഉത്തപുരം ഉദാഹരണം. ജാതി വിവേചനത്തിന്റെ ഓർമ്മപ്പെടുത്തലായി നിൽക്കുന്ന 16 മീറ്റർ മതിൽ ക്ഷേത്രങ്ങളിലേക്ക് മാത്രമല്ല പൊതുവഴികളിലേക്കും അടിസ്ഥാന ആവശ്യങ്ങളിലേക്കും പ്രവേശനം തടയാനായി 30 വർഷം മുമ്പ് പണിതതാണ്. ഈ മതിൽ 2008-ൽ CPIMന്റെ നേതൃത്വത്തിലാണ് പൊളിച്ചത്. ശേഷിച്ച ഭാഗം ഇപ്പോഴും അവിടെയുണ്ട്. 2019-ലാണ് തിരുനെൽവേലി കരയിരുപ്പ് ഗ്രാമത്തിൽ ദളിത് വിഭാഗക്കാരനായ DYFI ജില്ലാ ട്രഷറർ അശോകിനെ ജാതിവിരുദ്ധ സമരത്തിൽ പങ്കെടുത്തതിന് ഒരു സംഘം കൊലപ്പെടുത്തിയത്.